സിമ്പിളാണ്. ക്യാൻ വിമൻ കോച്ച് മെൻസ് ഫുട്ബോൾ ടീംസ്? എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, മെൻസ് ഫുട്ബോൾ ടീംസിനെ കോച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ കാലിബർ ആൻഡ് ടാലൻറ്റ് എന്താണെങ്കിലും അത്, ആർ ദേ കേപ്പബിൾ ഓഫ് കോച്ചിങ് മെൻസ് ഫുട്ബോൾ ടീംസ്? ഇതിന് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, വിമൻസ് ഫുട്ബോൾ ടീംസിൽ പല മെൻ കോച്ചസും ഉണ്ട്, ഒരുപാട് മെൻ കോച്ചസ് ഉണ്ട്. ഇൻഫാക്ട് കോച്ചിങ് സ്റ്റാഫിന്റെ ടീം എടുത്താൽ തന്നെ മെജോറിറ്റി ചിലപ്പോൾ മെൻ ആയിരിക്കും വിമൻസ് ടീംസ്, ആൻഡ് സക്സസ്ഫുൾ വൺസ് ടു, നോർമൽ വിമൻസ് ടീം അല്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്താ അഭിപ്രായം? വാട്ട് ഡു യു തിങ്ക് ഇസ് ദ ഫ്യൂച്ചർ ഓഫ് വിമൻസ് കോച്ചിങ്? ഇതുവരെ ഹിസ്റ്ററിയിൽ മെൻസ് ഫുട്ബോൾ വുമൻ കോച്ച് ചെയ്തിട്ടില്ല. ഇല്ല. ഉറപ്പാ? ഇൻട്രസ്റ്റിംഗ്. ഐ മീൻ കോച്ചിങ് സ്റ്റാഫിൽ ഉണ്ടായിട്ടുണ്ട്, ബട്ട് കോച്ച് ചെയ്തിട്ടില്ല. മെയിൻ സ്ട്രീം മാനേജ്മെന്റിൽ അങ്ങനെ മെയിൻ മാനേജറായിട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല മെയിൻ ടീമുള്ള, അല്ലെങ്കിൽ വല്ല ചെറിയ ടീമിലൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ബട്ട് മെയിൻ നമ്മുടെ ടീമുകളിലൊന്നും അങ്ങനെ ആരും ഒന്നും കേട്ടിട്ടില്ല മാനേജറായിട്ട്. ഇല്ല. വൈ ഡു യു തിങ്ക് ദാറ്റ് ഈസ്? ബട്ട് ഇതങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇപ്പൊ പല ഇതിലും പറഞ്ഞിട്ടുണ്ട് ഇവരെ മിക്സറായിട്ട് കളിപ്പിക്കണം എന്നുള്ളൊരു ഇതില്, ദേ ക്യാൻ പ്ലേ വിത്ത് മെൻ എന്നുള്ളൊരു ഇതില്. പക്ഷെ അതിനോട് എനിക്ക് യോജിക്കുന്നില്ല ഒരിക്കലും. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് ഞാൻ ചോദ്യമായിട്ട് കൊണ്ടുവരാനേ പോകുന്നില്ല. അതാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞുള്ള കുറെ ആൾക്കാരുണ്ട്. അല്ലല്ല എടാ, അങ്ങനെ വരണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പൊ മിക്സറായിട്ട് കളി ഇതാക്കണം എന്നുള്ളൊരു, അത് മെയിൻ ഇത് ഫുട്ബോൾ എന്തൂസിയാസ്റ്റും അങ്ങനെയുള്ള ആൾക്കാർ വരെ. സോ അതിനോട് എനിക്ക് നമുക്ക് യോജിക്കുന്നില്ല. പക്ഷെ കോച്ചിങ് എന്നുള്ളത് കളിക്കണ പോലെ അല്ലല്ലോ, അത് വേറെ കുറച്ച് സ്കിൽസും ടാലൻസും മാനേജറിയൽ സ്കിൽസും ഒക്കെയാണ്. സോ അതിന് ഒരു ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഇതാ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ആർക്കാണെങ്കിലും ചെയ്യാവുന്നതാണ്. അത് ബേസിക് ആയിട്ടുള്ള കളിയെ. അതിനോട് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ ഒരു കോച്ച് ഇല്ലായിരുന്നാണ് മറ്റേ ഫുട്ബോൾ മാനേജർ കളിച്ചിട്ട് കോച്ചായിട്ട് വന്ന, പ്രീമിയർ ലീഗിൽ കോച്ച് ചെയ്യുന്ന. പ്രീമിയർ ലീഗിലല്ല, വേറെ ഏതോ ലോ ലെവൽ ലീഗിലാണ്. പ്രീമിയർ ലീഗിലോ ഏതോ ഒരു ലീഗിൽ കോച്ച് ചെയ്യുന്നത്. സ്റ്റിൽ അതായത് ഫുട്ബോൾ കോച്ചിങ് സ്കിൽ, അതായത് ഫുട്ബോൾ മാനേജർ കളിച്ചിട്ടും അങ്ങനെ കോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അത് ഫുട്ബോൾ മാനേജർ ആർക്കും കളിച്ചു. മീൻസ് ഫുട്ബോൾ ഇന്റലിജൻസ് ഉണ്ടായാൽ മതിയല്ലോ, ആ ബോളെ എങ്ങനെ കളിക്കണം, ഫുട്ബോൾ ഇന്റലിജൻസ് തന്നെ ആ കോച്ചിങ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു ആൾക്കാരെ മാനേജ് ചെയ്യാനുള്ള ഒരു സ്കില്ലും കൂടി വേണം. പ്ലെയേഴ്സിനോട് ഇങ്ങനെ പറഞ്ഞ് ആ ഒരു ഇത് വെക്കാനുള്ള ആ ഒരു റെസ്പെക്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സ്കില്ല്, അതേ മാറ്റർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ജെൻഡർ എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഞാൻ തെറ്റായിരുന്നു. ഐ തിങ്ക് ഹെലൻ കോസ്റ്റ് ആയിരുന്നു ആദ്യത്തെ വിമൻസ്. ഇതെന്ത് മയിലാണ് ക്യാമറ. ഒരു മിനിറ്റ് ഗൈസ്, നീ ചങ്ങാടെ പേര് പറഞ്ഞേ? ഹെലൻ ഓഫ് സ്പാർട്ടയാ? എന്താ പറഞ്ഞേ? ഹെലൻ ഓഫ് സ്പാർട്ട? എന്റെ അഭിപ്രായത്തില് വിഷ്ണു പറഞ്ഞോട് ഞാൻ കുറച്ചൊക്കെ യോജിക്കുന്നു. ലൈക്ക് മാനേജ്മെന്റ് എന്നുള്ളത് എനിക്കറിയില്ല, സ്റ്റഡീസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു വുമന്റെയും മെന്നിന്റെയും മാനേജ്മെന്റ് സ്റ്റൈൽസ് ഡിഫറെന്റ് ആയിരിക്കും. ബട്ട് അതുകൊണ്ട് വുമൻ കോച്ച് ചെയ്യാൻ പാടില്ല എന്നോ, അല്ലെങ്കിൽ ഐ തിങ്ക് അങ്ങനെ റെസ്ട്രിക്ഷൻ ഇല്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ വുമൺ കോച്ച് ചെയ്യാൻ പാടില്ല. അതൊരു എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇപ്പോ ഞാൻ ഒരു സീരിയസ് ആയി പറയാം. അതായത് ഒരു പൂൾ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പേര് ഫുട്ബോള് കളിക്കുന്ന, കുറച്ച് ഫുട്ബോൾ കളിക്കുന്ന കൂടുതൽ പേര് ആണുങ്ങളും കുറച്ച് പേര് പെണ്ണുങ്ങളുമാണ്. മനസ്സിലായി? അപ്പൊ ഈ പൂളിൽ നിന്ന് ഫുട്ബോളിൽ അറിയാവുന്ന മാനേജേഴ്സിന് ഏറ്റവും കൂടുതൽ എണ്ണം ഉണ്ടാവുക ആണുങ്ങൾ തന്നെ ആയിരിക്കും. മനസ്സിലല്ലേ? പെണ്ണുങ്ങളെ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൽ തന്നെ ക്വാളിറ്റി നോക്കുകയാണെങ്കിലും ജനറലി ട്രെൻഡ് ആണുങ്ങളുടെ അടുത്തേക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക. ബിക്കോസ് ആ ഒരു വലിയ പൂളിൽ നിന്നാണ് അത് എടുക്കുന്നത് എന്നുള്ള റീസൺ കൊണ്ട്. ഐ തിങ്ക് അത് അങ്ങനെ ഒരു സ്റ്റഡി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു നമ്പേഴ്സിനെ പറ്റിയിട്ട്. സോ അതുകൊണ്ട് ക്വാളിറ്റി കൂടുതൽ ആണായിരിക്കും ഇപ്പോൾ ഒരു ആണുങ്ങളുടെ ഫുട്ബോൾ മാനേജ്മെന്റിനായിരിക്കും. സോ
ഒരു വലിയ ടീം ഒരു കോച്ചിനെ അപ്പോയിൻമെന്റ് ചെയ്യുമ്പോഴെപ്പോഴും അത് ഫാൻസ് ഭയങ്കര ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊരു പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വേണ്ടി മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു ഡിസിഷൻ അല്ല. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇതിന്റെ സ്ട്രിങ് അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. സോ ഫൈനാൻഷ്യലിന്റെ അതുപോലെ ഫാൻസിന്റെ അപ്രൂവലും കിട്ടണം. സോ അതുകൊണ്ടുള്ള റീസൺസിന് വുമൺ കോച്ചിങ്ങിന് ലെസ് പ്രിഫറൻസ് ആയിരിക്കാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് ടു സേ ദാറ്റ് ദേ കാൻറ്റ് മാനേജ് മെൻസ് ഫുട്ബോൾ. അങ്ങനല്ല, ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. ഇപ്പോ വിമൻ ആയാലും മെൻ ആയാലും ആ ഒരു സ്കിൽസും മാനേജറിയൽ എബിലിറ്റീസും ഉണ്ടെങ്കിൽ അവിടെ ജെൻഡർ എന്നുള്ളൊരു ക്രൈറ്റീരിയ വരാൻ പാടില്ല എന്നുള്ളൂ. അത്രേ ഉള്ളൂ. കോച്ച് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ ആ ടീമിന് അത് ബെനിഫിഷ്യൽ ആണെങ്കിൽ അവിടെ പിന്നെ എന്താണ് ഫാക്ടർ? അവിടെ പിന്നെ എന്താണ് തടസ്സം? ഇപ്പോ ഡോട്ട്മുണ്ടിന്റെ ഒരു ട്രെയിനർ ഒരു വുമൺ ഉണ്ടായിരുന്നല്ലോ 2-3 വർഷം മുമ്പ്. ഒരു വുമൺ ആയിരുന്നു. അത് ഇവർക്കും ഇതേപോലെ ചെയ്യാന്നുള്ളൊരു എക്സാമ്പിൾ ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേപോലത്തെ ടഫായിട്ടുള്ളൊരു പൊസിഷൻ തന്നെയാണ് അതും. ഇപ്പോ എന്താ പറയാ, മാനേജർ എന്ന് പറഞ്ഞിട്ട് ഫിസിക്കലി ഏത് ട്രെയിനിങ് പൊസിഷനാണ് ചെയ്യുന്ന ആ വുമൺ ഇതില്ലല്ലോ. ഹാൻഡിൽ ചെയ്തെന്നറിയോ ഡോട്ട്മുണ്ട് ടീമിൽ? ഞാൻ പറയാ, അത് ഇതേപോലത്തെ ഫിസിക്കൽ ട്രെയിനറോ മെയിൻ ട്രെയിനറോ ആയിരുന്നു. മാനേജർ അല്ലാണ്ടുള്ള അവരുടെ അതാണ് ജനറലി ട്രെയിനിങ്. വുമൺസ് ഫുട്ബോളിൽ ഫിസിയോസ് ആൻഡ് സ്പോർട്സ് സയന്റിസ്റ്റ് ഓർ ഡോക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ ഫിസിയോസ് അല്ലടാ, ഫിസിയോസ് അല്ല, ട്രെയിനേഴ്സ്, ഫിസിക്കൽ ട്രെയിനേഴ്സ് ഉണ്ടാവല്ലോ. ആളുടെ പേര് ഫിറ്റ്നസ് ഞാൻ ട്രെയിനേഴ്സ്. മറന്നു. ഫിറ്റ്നസ് ട്രെയിനേഴ്സ്. ഫിറ്റ്നസ് കോച്ചുകൾ അത് ഉണ്ടാവാറുണ്ട്. ഫിറ്റ്നസ് കോച്ചുകൾ കൂടുതലും നമ്മൾ പെണ്ണുങ്ങളെ കാണാറുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഫുട്ബോളിന്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഫിസിയോസും സ്പോർട്സ് സയന്റിസ്റ്റുകളുടെ ഇടയിലും കാണാറുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഒരു ഇത് വെച്ചിട്ട്. അത് കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഡോട്ട്മുണ്ട് ടീമിൽ മാത്രമല്ല. ലൈക്ക് ഇപ്പോൾ നീ പ്രീമിയർ ലീഗ് ക്ലബ്സിൽ വരെ ചിലർ ഇഞ്ചുറി പറ്റി കിടക്കുമ്പോൾ പെണ്ണുങ്ങൾ ഓടി വരാറുണ്ട്. നീ പറഞ്ഞ അത് പോലെ ഫിസിയോസ് ആണ്. ഒരു മെജോറിറ്റി ഫിറ്റ്നസിന്റെ വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നീ പറഞ്ഞ പോലെ ഒരു മെജോറിറ്റി പൂൾ എടുത്താല് കൂടുതൽ ഫോളോ ചെയ്യുന്നതും കൂടുതൽ ഇതേപോലത്തെ ഒരു ടാലന്റ് ഉണ്ടാവുന്നതും മെന്നിനായിരിക്കാം. ബട്ട് ആ ഒരു മൈനോറിറ്റിയിൽ നിന്നായാലും കഴിവുള്ളവർ വന്നിട്ട് ചെയ്യുമ്പോ അവിടെ അതൊരു ജെൻഡർ ആയിട്ടുള്ളൊരു അത് ഫാക്ടർ ആവാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. അവിടെ അതൊക്കെ അതൊരു നോ ബ്രെയിനർ അല്ലേ. അതിൽ അഗ്രിമെന്റ് ഡിസഗ്രിമെന്റ് ഇല്ല. പോയിന്റ് ഇതായിരിക്കണം, ആ ക്വാളിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ക്വാളിറ്റി ഉണ്ടാവണം, അത്രേ ഉള്ളൂ.